ഹലോ എവ്രി വൺ. അപ്പം ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നറിയോ? ഞാനിപ്പോൾ സിറ്റി ഓഫ് ലവ്, പാരീസിലല്ല കേട്ടോ, ജോർജിയയിലെ സിറ്റി ഓഫ് ലവിലാണുള്ളത്. അപ്പം ഇത് സിറ്റി ഓഫ് ലവ് എന്ന് അറിയപ്പെടാൻ എന്താ കാരണം? ഫസ്റ്റ് കാരണം നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടാവും, ഭയങ്കര പീസ്ഫുള്ളും കാമും പിന്നെ ആ പിക്ചറസ്ക്യൂ വ്യൂവും പേസ്റ്റൽ കളേഴ്സിലുള്ള ബിൽഡിങ്ങും ആ യെല്ലോ കളർ, ആ വാം യെല്ലോ ടോൺ, ഈ ഒരു എന്താ പറയുക, ഈ ടൗണിൻ്റെ ഈ ലുക്ക് തന്നെ കാണുമ്പോൾ തന്നെ ഇതൊരു സിറ്റി ഓഫ് ലവ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ് ഈ സിറ്റി കാണുമ്പോൾ. അപ്പം ഈ ഒരു ടൗണിനെ സിറ്റി ഓഫ് ലവ് എന്ന് പറയാൻ കാരണം ഇത് മാത്രമല്ല. കാണുന്നില്ലേ ഒരു ചെറിയൊരു കുട്ടി ഒരു ബൊക്കെ ഓഫ് ഫ്ലവർ ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ നിൽക്കുന്നത്, ഒരു നമ്മൾ വെൽക്കമിങ് ചെയ്യുന്നത് പോലെ. പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ഒരു പേസ്റ്റൽ കളർ ബിൽഡിംഗ് എല്ലാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ വെഡ്ഡിങ് ഹൗസ് അല്ലെങ്കിൽ മാരേജ് പാലസ് എന്ന് പറയും. അപ്പം ഇപ്പോൾ ഇതിന് ടൈമിങ്ങിലുണ്ട്, പക്ഷെ മുമ്പ് ഇതെങ്ങനെയായിരുന്നെന്നറിയോ? ദിസ് വാസ് ഓപ്പൺ ഫുൾ ടൈം. അങ്ങനെ പറഞ്ഞെങ്കിൽ 24 hours എല്ലാ ദിവസവും ഓപ്പൺ ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് പാലസാണിത്. അപ്പം ഇവിടെ ആക്ച്വലി നമുക്ക് വെഡ്ഡിങ് രജിസ്റ്റർ ചെയ്യാം. ആർക്കും വേണമെങ്കിൽ ഇവിടെ വെഡ്ഡിങ് രജിസ്റ്റർ ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും, ഏത് ടൈമിൽ വേണമെങ്കിൽ, ഏത് നാട്ടുകാർക്ക് വേണമെങ്കിലും. നമുക്ക് നമ്മുടെ പാസ്പോർട്ട് മാത്രം മതി. അപ്പോൾ പിന്നെ ഈ സിറ്റിക്ക് സിറ്റി ഓഫ് ലവ് എന്നല്ലാണ്ട് വേറൊരു പേരിടാൻ പറ്റുമോ? അപ്പം ഇത് സിറ്റി ഓഫ് ലവ് എന്നറിയപ്പെടാൻ വേറൊരു കാരണവും കൂടിയുണ്ട്. ഇവിടെ ഒരു പെയിൻറ്റർ ഉണ്ടായിരുന്നു, നിക്കോളാസ് പിറോസ്മാനി എന്ന് പറഞ്ഞിട്ട്. അപ്പം അയാൾക്കൊരു ഫ്രഞ്ച് ആക്ട്രസുമായിട്ട് അയാൾ ഇഷ്ടത്തിലായി. ഈവൻ അയാളുടെ വീട് വിറ്റ് അവർക്ക് മില്യൺസ് ഓഫ് റോസസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവർ അയാളെ കല്യാണം കഴിക്കാൻ അവർ സമ്മതിച്ചില്ല. അങ്ങനെ അയാൾ ഫുൾ ഡിപ്രഷൻ അടിച്ച് ലാസ്റ്റ് അയാൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റേഴ്സിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അയാൾ മരിച്ച് കഴിഞ്ഞിട്ട് അയാളെ പെയിൻറ്റിങ്സ് $7 million സെയിലായത്. അപ്പം അയാളുടെ ലവ് സ്റ്റോറി സാഡ് ലവ് സ്റ്റോറി എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ നാഷണൽ മ്യൂസിയത്തിൽ ഡിസ്പ്ലേയിലുണ്ട് അയാളുടെ സ്റ്റോറി. അപ്പം ഇത് മാത്രമല്ല, വേറെ പല കഥകളുണ്ട് സിറ്റി ഓഫ് ലവ് എന്ന പേര് വന്നതിൻ്റെ കാരണമായിട്ട്. പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നത് സിറ്റി ഓഫ് ലവ് ഇസ് ആപ്റ്റ് ഈ ഒരു ടൗൺ. എനിക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലവും ലൈക്ക് ആ പേസ്റ്റൽ ഷെയ്ഡ്സിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു കുളിർന്നേകുന്ന സ്ഥലം കേട്ടോ ഇത്.